സാധാരണ ഇപ്പം നമ്മൾ നിലവിൽ നമ്മൾ കെട്ടിരിക്കുന്ന പോലെ തന്നെ ആണ് നമ്മൾ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു മാർഗ്ഗമാണ് ഇവരും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു വെർച്വൽ അറസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പല മീഡിയാസ് വഴിയെല്ലാം നമ്മൾ എല്ലാവരും അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളിലേക്കും ഇക്കാര്യം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു ഒഫൻസ് ഇപ്പോൾ വീണ്ടും ഉണ്ടാകാൻ സാധിച്ചത്. അതെ 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 ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ 3 സൊസൈറ്റികളുണ്ട്. ഈ 3 സൊസൈറ്റിയിൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരിയും പിന്നൊരു സുഹൃത്തുമാണുള്ളത്. പക്ഷേ അവരാരും അറിയാതെ തന്നെയാണ് ഇദ്ദേഹം ഈ തരത്തിലുള്ള ഫ്രോഡ് എമൗണ്ടുകൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്തിട്ടാണിത് ഈ ഒഫൻസ് അവർ നടത്തിയിരിക്കുന്നത്. നിലവിൽ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 4 കോടി രൂപയുടെ ഒരു ലീൻ എമൗണ്ട് ഇവരുടെ അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇദ്ദേഹം മറ്റ് ഒഫൻസുകളിൽ ഏതൊക്കെ കേസുകൾ ഉൾപ്പെട്ടുന്നുള്ള കാര്യം വിശദമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ കേസിലേക്ക്. ബാക്കിയുള്ള പ്രതികൾ നമ്മൾ ഏകദേശം ട്രേസ്ഡ് ആണ്. അത് ഡൽഹിയും രാജസ്ഥാനും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് നമുക്കിനി മറ്റ് പ്രതികളുടെ ഒരു പങ്കാളിത്തം കൂടി മനസ്സിലാക്കാനുള്ളത് ഇതിനകത്തേക്ക്. ഇല്ല, കസ്റ്റഡി ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ കിട്ടി. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി മറ്റ് അതർ സ്റ്റേറ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള അതിൻ്റെ ഒരു ബാക്കി എൻ്റെ പോകാനുള്ള അനുമതിയും മറ്റു കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷം വേണം ഇനി അടുത്ത പ്രതിയിലേക്ക് പോകാൻ. ഇല്ല, സഹകരിച്ചിട്ടില്ല. ആൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടില്ല. ഇനി കസ്റ്റഡിയിലെടുത്തിട്ട് വേണം കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ അറിയാൻ. പിന്നെ ഈ കേസിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ബഹുമാനപ്പെട്ട മട്ടാഞ്ചേരി ACPC ഉമേഷ് ഗോയൽ IPS അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു എഫേർട്ട് നമുക്ക് ഈ കേസിലേക്ക് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് ഈ കേസിലേക്ക് നമുക്ക് ഡയറക്ഷൻ തരാനും മോണിറ്റർ ചെയ്യാനും സാധിച്ചുകൊണ്ടിട്ടാണ് നമുക്ക് ഈ പ്രതികളിലേക്ക് ശരിക്കും എത്തിച്ചേരാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ ഇദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യൽ യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം അത് നിലവിൽ ഈ ഒരു ഒഫൻസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല. പക്ഷെ നമ്മളത് കൂടുതലും നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റ് എവിഡൻസും മറ്റും കളക്ട് ചെയ്തിട്ടാണ് നമുക്കിതിലേക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ 5 പ്രതികളെന്ന് പറഞ്ഞാൽ അവരന്ന് പറഞ്ഞിരിക്കുന്ന പേരുകളാണ്, പരാതിക്കാർ പറഞ്ഞിരിക്കുന്ന പേരുകൾ FIR കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്ന ആളുകളാണ് ചെയ്തിരിക്കുന്ന ഒഫൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഈ സന്തോഷ് മൻസാരം എന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ നമ്മുടെ FIR പ്രതിയുള്ള ആളല്ല. പക്ഷെ നമ്മൾ പിന്നീട് അതിൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും CDR മറ്റ് ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചതിലാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ട് നമുക്ക് വെളിവായതിലേക്ക്. അതെ, FIR-ൽ പറഞ്ഞിരിക്കുന്ന പ്രതികളെല്ലാം അവർ ഈ പരാതിക്കാരോട് ആ സമയത്ത് ഇവർ ഈ ഫ്രോഡ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പേരുകളാണെന്നേ ഉള്ളൂ. ഇതൊന്നും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ അന്വേഷണത്തിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ട്രാൻസാക്ഷനാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഫസ്റ്റ് പരാതിക്കാർ ഈ പറയുന്ന ഫ്രോഡ് നടത്തുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുന്ന അക്കൗണ്ടുകളാണ് നമ്മളെടുത്ത് പരിശോധിക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഈ 51 ലക്ഷം രൂപ ഈ സന്തോഷ് എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കണ്ടത്. പിന്നെ അത് കൂടാതെ ഇനിയൊരു 61 ലക്ഷം രൂപ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം ഇനി ആ പ്രതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഈ കേസിലേക്ക് നമുക്ക് മലയാളികളുടെ പങ്ക് നിലവിൽ ആരുടെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ മറ്റ് സൈബർ കേസുകൾ നമ്മൾ എടുത്ത് അറസ്റ്റ് ചെയ്തതിൽ നമ്മൾ ഈ കൂടുതലും കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ മ്യൂൾ അക്കൗണ്ടായിട്ട് വാടക അക്കൗണ്ടുകൾ എടുത്തിട്ട് അത് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവർ ഈ പൈസ എടുത്ത് വിഡ്രോ ചെയ്ത് ഈ പറയുന്ന ഫ്രോഡ് നടത്തുന്ന ആളുകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇവർക്കൊരു 10,000 രൂപ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സൈബർ കേസുകളിൽ നമ്മൾ മലപ്പുറം കോഴിക്കോട് ഭാഗം കേന്ദ്രീകരിച്ച് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ATM വിഡ്രോവലാണെങ്കിലും ചെക്ക് വിഡ്രോവലായിട്ടെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മലയാളികൾ ഇത്ര ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തട്ടിൽ വരുന്ന ആളുകളാണ്. എൻ്റെ മെയിൻ പ്രതികൾ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ബേസ് തന്നെയാണ് കൂടുതലും എല്ലാ പ്രതികളും. ഇതിലിപ്പോൾ നമ്മൾ അതിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ പ്രധാന പ്രതികളിലേക്ക് തന്നെയാണ് ആദ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മാസം 6-ാം തീയതിയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈ മാസം തന്നെ നമുക്കൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അത് തന്നെ നമുക്ക് വലിയൊരു
നേട്ടമാണ് ഇതിനകത്ത്. അതെ, ഇവർ പരാതിക്ക് വേണ്ടി വന്നതല്ല ശരിക്കും ഇവരിവിടെ ആ സമയത്തും അവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് PCC മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ വന്നത്. അവരൊരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞതല്ല ശരിക്കും. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്കപ്പോഴും നമ്മളെ വിശ്വാസം വന്നിട്ടില്ല. അവർക്കപ്പോഴും ആ ഫ്രോഡ് നടത്തുന്ന ആളുകളിലാണ് വിശ്വാസം. അവർക്ക് വീണ്ടും ആ പൈസ അവർ തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവർ ഇരുന്നിരുന്നത്. അങ്ങനെയാണ് അവർ ഇത്ര എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതെ അതെ അതെ, അവർക്ക് അവരുടെ തന്നെ ഒരു ഡയറക്ഷനിലെ ചെറിയൊരു അവർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധമാണ് ശരിക്കും അവരിങ്ങോട്ട് എത്തിപ്പെട്ടത്. കോടതിയും അതുപോലെ തന്നെ സാക്ഷിയൊക്കെ പറയുന്ന ആളുകളൊക്കെ അവർ വീഡിയോ എന്നാണ് പരാതിക്കാരി പറഞ്ഞത്. ഇല്ല, ഇദ്ദേഹത്തിന്റെ റോളൊന്നും അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല.